ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറുസലേമിലേക്കുള്ള ഈശോയുടെ രാജകീയ പ്രവേശനം മനസ്സ് നിറയുന്ന ഒരു കാഴ്ച. എല്ലാവരുടെയും മനസ്സ് സന്തോഷവും ആഹ്ലാദവും അലതില്യ ഒരു വലിയ സംഭവം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 19 അധ്യായം 28 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്ന ഈശോയുടെ രാജകീയ പ്രവേശനം കർത്താവിന്റെ ഒരു മാസ് എൻട്രിയാണെന്ന് പറയേണ്ടി വരും. സിനിമയിൽ നായകന്മാരെയൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് സ്ലോ മോഷനിൽ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി അവർ കടന്നു വരുന്ന രംഗം ആവേശത്തോടു കൂടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കാറ്. ഇന്നത്തെ സുവിശേഷത്തിലെ 37 വാക്യത്തിൽ പറയുന്നത്, ശിഷ്യഗണം മുഴുവനും സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി എന്നാണ്. ഇതൊരു കരുതിക്കൂട്ടിയൊരുക്കിയ സംഭവമല്ല, മറിച്ച് ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് അതരം സംസാരിച്ചൊരു സംഭവമാണ്. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ അതാഘോഷിക്കാൻ ഇതുവരെ ശിഷ്യന്മാർക്കോ ജനത്തിനും അധികം സാഹചര്യം ഈശോ കൊടുത്തതായി കാണാനായി സാധിക്കുകയില്ല. പലപ്പോഴും വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം ഈശോ അവിടെ നിന്ന് മുങ്ങാറാണ് പതിവ്. ചില അത്ഭുതങ്ങൾ ചെയ്തതിനു ശേഷം ആരോടും പറയരുത് എന്ന് പറയുന്ന അവസരങ്ങളും അനവധിയാണ്. അങ്ങനെയിരിക്കെ ജെറുസലേമിലേക്കുള്ള ഈ രാജകീയ പ്രവേശനം വന്നപ്പോൾ ജനത്തിന്റെയും ശിഷ്യന്മാരുടെയും മനസ്സിലുണ്ടായിരുന്ന വലിയ സന്തോഷം എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് സ്തുതിപ്പിന്റെ സ്വരമായി മാറുന്നു. നല്ല രോമാഞ്ചമുയർത്തുന്ന രംഗം അല്ലേ? ഈശോയോടൊപ്പം സന്തോഷിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കരുത്. ഏതാനും ആഴ്ചകൾ മുൻപ് സഞ്ജു സാംസൺ ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു സാക്ഷ്യം വഹിച്ചത് ലോകം മുഴുവൻ കണ്ടതാണ്. ഒത്തിരി തോൽവികൾ നേരിട്ടുവെങ്കിലും തന്റെ വിജയം വന്നപ്പോൾ സഞ്ജു സാംസൺ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഈശോയ്ക്കാണ് കൊടുത്തത്. അതിനൊരു മടിയും അദ്ദേഹം വിചാരിച്ചില്ല. ഈ വലിയ ആഘോഷങ്ങൾക്കിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈശോയ്ക്ക് താൻ ആരാണെന്നും തന്റെ ജീവിതം ബലിയായി പിതാവിന് സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിനുവേണ്ടി താൻ അനുഭവിക്കേണ്ടി വരുന്ന സഹനത്തെക്കുറിച്ചും ഈശോയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ വ്യതിചലിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കും ഈശോ പോകുന്നതായി കാണാനായി സാധിക്കുകയില്ല. ദൈവവിളി സ്വീകരിച്ച അനേകം വ്യക്തികളെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദ്യം അവർ ദൈവത്തിനു വേണ്ടി നിലനിൽക്കുകയും പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നുവെങ്കിലും പിന്നീട് കർത്താവിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ അവർ വീണുപോകുന്നതായി കാണാനായി സാധിക്കും. ഈ ലോകത്തിന്റെ മാസ്മരികതയിൽ വീണുപോകാതെ തന്റെ പിതാവിന്റെ ഇഷ്ടം മാത്രം നിർവഹിച്ചുകൊണ്ട് ഈശോ നമുക്ക് മാതൃകയായി തീർന്നേ. ആ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. റോമ 6:8. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ നാം ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു. സന്തോഷമായാലും ദുഃഖമായാലും ജീവിതമായാലും മരണമായാലും ആഘോഷമായാലും തോൽവിയായാലും എല്ലാം ഈശോയോട് കൂടെ എന്നുമായിരിക്കുവാൻ നമുക്ക് പ്രേരണ ലഭിക്കട്ടെ. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.